തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നിരവധി പേർക്ക് വോട്ട് നഷ്ടപ്പെടുമെന്ന് ജോയിന്റ് കൗൺസിൽ ചെയർമാൻ എസ് സജീവ് പറയുകയാണ്. വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇക്കാര്യം വോട്ടർമാരെ അറിയിക്കേണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമെന്നും എസ് സജീവ് പറയുന്നു. ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ മെല്ലപ്പോക്കെന്നും ആരോപണമുണ്ട്. നമുക്ക് ആ പ്രതികരണത്തിൽ വളരെ ഏറെ ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഈ 2002 വിവരങ്ങൾ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇത് പൂർത്തിയാവൂ. ഈ പ്രക്രിയ SIR പ്രക്രിയ പൂർത്തിയാവും. 2002 വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ 2002 ഒരാൾ മറ്റൊരു സ്ഥലത്ത് വോട്ടറായിരുന്നു, അയാളിപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ അയാളുടെ ഭർത്താവ് 2002 ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ 2002 ഈ സ്ഥലത്ത് നിലവിൽ അയാളുടെ വോട്ടുള്ള സ്ഥലത്ത് വോട്ടറാണെങ്കിൽ പോലും അയാളുടെ വോട്ട് ആ കെയർ ഓഫിൽ ചേർക്കാൻ കഴിയില്ല. ജില്ലാ കളക്ടർമാരുടെ ഭാഗത്തു നിന്നും SIR പൂർത്തിയാക്കാൻ അനൌദ്യോഗിക സമ്മർദ്ദമുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടികളും സർവീസ് സംഘടനകളും സൃഷ്ടിച്ചതാണ് പ്രശ്നങ്ങളെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും സജീവ് ആരോപിച്ചു. സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷന് ഒരു വാദം ഉന്നയിക്കാൻ വേണ്ടി ഇത് പരമാവധി ഞങ്ങൾ ഒരു 80% പൂർത്തീകരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി പരമാവധി സമ്മർദ്ദം ഈ രേഖാമൂലമല്ല, ഇവരുടെ BLOമാരുടെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ, അതായത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വലിയ സമ്മർദ്ദം, അത് ഓരോ നിയോജക മണ്ഡലത്തിൻ്റെയും ഇലക്ടറൽ ഓഫീസർമാർ ഇവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. പൊതുജനങ്ങൾക്ക് റവന്യൂ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭിക്കുന്നില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല നൽകിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും സജീവ് പറയുകയാണ്. ഹാൻസ് വിവരങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ജോയിന്റ് കമ്മീഷൻ പറയുന്ന ജോയിന്റ് കൗൺസിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ സാഹചര്യം വലിയ ഗുരുതരമാണ്. കാരണം ഇപ്പം ഈ 2002 പട്ടിക, അത് അടിസ്ഥാന പട്ടികയിൽ എടുക്കുമ്പോൾ പലർക്കും വോട്ട് നഷ്ടപ്പെടുന്ന സാധ്യത. നമ്മളിപ്പോൾ ബംഗാളിലെ കണ്ടാണ് 10-60 ലക്ഷത്തോളം പേർക്കാണ് വോട്ടില്ലാതായത്. അതേ സാഹചര്യം ഇവിടെ കേരളത്തിലും ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സേതു, ഗുഡ് മോർണിംഗ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജോയിന്റ് കൗൺസിൽ ചെയർമാൻ എസ് സജീവ് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം എല്ലാ ദിവസവും ഈ SIRമായി ബന്ധപ്പെട്ടുള്ള കണക്ക് പുറത്തുവിടുമ്പോൾ ഈ കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം ദിനംപ്രതി ഉയരുകയാണ്. ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 2,80,000-ലധികം കണ്ടെത്താനാകാത്ത വോട്ടർമാരുണ്ട്. ഇത് തന്നെയാണ് ജോയിന്റ് കൗൺസിലും പറയുന്നത്. ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിലൊരു 3ാമത്തെ കോളമുണ്ട്. അതിൽ ബന്ധുക്കൾ, ഈ 2002 പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബന്ധുക്കളുടെ വിവരങ്ങൾ എഴുതി ചേർക്കാനാണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുള്ള, എന്നാൽ ജീവിത പങ്കാളി ഈ 2002 പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് പലർക്കും ഈ വിവരങ്ങൾ എൻ്റർ ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ പൂരിപ്പിച്ച് നൽകിയാൽ തന്നെ അത് ഇതിൻ്റെ വെബ്സൈറ്റിൽ, SIRമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ, ഈ സർവകക്ഷി യോഗത്തിൽ പലരും ഈ വിഷയം ഉന്നയിച്ചതാണ്. പക്ഷെ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി ഉണ്ടാകും, അല്ലാത്ത പക്ഷം എന്താണ് തീരുമാനം സ്വീകരിക്കേണ്ടത് അത് ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജോയിന്റ് കൗൺസിൽ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ ജീവിത പങ്കാളികളുടെ ആരുടെയെങ്കിലും വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകുന്ന ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇപ്പോൾ വോട്ടർമാരെ അറിയിക്കേണ്ട, പകരം നിങ്ങൾ ഈ ഫോം വാങ്ങി കയ്യിൽ വയ്ക്കൂ, പിന്നീട് നമുക്കിതിൽ തീരുമാനം സ്വീകരിക്കാം, വോട്ടർമാരെ ഈ വിഷയം അറിയിക്കേണ്ട എന്നുള്ള ഒരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് BLOമാർക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് ജോയിന്റ് കൗൺസിൽ ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തിരിച്ചറിയൽ രേഖകളുമുള്ള പൗരന്മാർ അല്ലെങ്കിൽ വോട്ടർമാർ അവസാനം സംസ്ഥാനത്തെ SIR നടപടികൾക്ക് ശേഷം വരുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു ആരോപണം കൂടി ജോയിന്റ് കൗൺസിൽ ഉന്നയിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ BLOമാരുടെ സമ്മർദ്ദം ഒഴിവാക്കാനായി കൂടുതൽ പേരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഈ നടപടികൾക്കായി, അല്ലെങ്കിൽ SIR നടപടികൾക്കായി സംസ്ഥാനത്ത് വിന്യസിച്ചിരുന്നു. പക്ഷേ ഇത് സമ്മർദ്ദം ഒഴിവാക്കാനല്ല, പകരം ഇന്ന് സുപ്രീം കോടതിയിൽ ഈ SIRമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ ഹർജി പരിഗണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കണക്ക് മുന്നോട്ട് വെക്കണം, ഞങ്ങൾ ഇത്ര ശതമാനം പൂർത്തീകരിച്ചു എന്നുള്ള കണക്ക് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചത് എന്നാണ് ജോയിന്റ് കൗൺസിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിലവിൽ ജോലി സമ്മർദ്ദം കൂടിയിട്ടുണ്ട് എന്നുകൂടിയാണ് അവർ പറയുന്നത്. കാരണം ബൂത്തിൻ്റെ പുനർനിർണ്ണയം നടത്തണം. അതിനോടൊപ്പം തന്നെ ഈ വില്ലേജ് ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം ബൂത്ത് ലെവൽ സൂപ്പർവൈസർമാരുടെ ജോലി നിയോഗിക്കണം. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചുമതലയും വില്ലേജ് ഓഫീസർമാർക്കും റവന്യൂ ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉയർന്നു എന്നാണ് ജോയിന്റ് കൗൺസിൽ ഇപ്പോൾ ആരോപിക്കുന്നത്. സേതു.